Orientalism. Orientalism, a Western scholarly discipline of the 18th and 19th centuries that encompassed the study of languages, literatures, religion, philosophies, histories, art, and laws of Asian societies, especially ancient ones. അപ്പോൾ ഓറിയൻ്റലിസം എന്ന് പറയുന്നൊരു വേർഡിന് നമുക്ക് കിഴക്ക് എന്ന് പറയുന്നൊരു ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മീനിങ് കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി റിലേറ്റഡ് ടു ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓറിയൻ്റലിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓറിയൻ്റലിസം എന്ന് പറയുന്നത് 18th and 19th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു വെസ്റ്റേൺ ഡിസിപ്ലിനാണ്. ലാംഗ്വേജ്, ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള കുറേ മേഖലകളിലെ സ്റ്റഡീസ്, അതായത് ഏഷ്യൻ സ്റ്റഡീസിനാണ്, ഏഷ്യനെ കുറിച്ചിട്ടുള്ള ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ ആയിട്ടുള്ള സ്റ്റഡീസിനെയാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഏൻഷ്യൻ്റ് വൺ, ഇപ്പോഴുള്ളതല്ല, പഴയ സ്റ്റഡീസിനെയാണ്, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസിനെയാണ്, ഏഷ്യനെക്കുറിച്ചുള്ള വെസ്റ്റേൺ സ്റ്റഡീസാണ്, വെസ്റ്റേണേഴ്സ് ചെയ്യുന്ന സ്റ്റഡിയാണ് എന്ന് പറയുന്നത് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. സച്ച് സ്കോളർഷിപ്പ് also inspired broader intellectual and artistic circles in Europe and North America, and Orientalism may also denote the general enthusiasm for things Asian or Oriental. അപ്പോൾ ശരിക്കും ഇത് ഒരു യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ഫ്ലറിഷ് ചെയ്ത് വന്നൊരു സംഭവമാണ് ഈ ഓറിയൻ്റൽ അല്ലെങ്കിൽ ഏഷ്യൻ സ്റ്റഡി എന്ന് പറയുന്നത്. Orientalism was also a school of thought among a group of British colonial administrators and scholars who argued that India should be ruled according to its own traditions and laws, thus opposing the Anglicanism of those who argued that India should be ruled according to British traditions and laws. അപ്പോൾ ഈ ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്കിൽ അല്ലെങ്കിൽ വെസ്റ്റേൺസിൻ്റെ ഇടയ്ക്കിൽ ഇന്ത്യനെ അല്ലെങ്കിൽ ഏഷ്യൻ്റെ വാല്യൂസിനെ, ഇന്ത്യയുടെ വാല്യൂസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ കൺസെപ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ പീരീഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു പറ്റം ആൾക്കാർ സ്ട്രോങ് ആയിട്ട് ആംഗ്ലിക്കനിസം, അതായത് വെസ്റ്റേണിസത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യ ഷുഡ് ബി റൂൾഡ്, ഇന്ത്യയുടെ രീതിയിൽ തന്നെ, ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് തന്നെ, ഇന്ത്യൻ റൂൾസ് വെച്ചിട്ട് തന്നെ റൂൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നൊരു കൂട്ടമുണ്ടായിരുന്നു. In the mid-20th century, Orientalists began to favor the term Asian studies to describe their work and an effort to distance it from the colonial and neo-colonial associations of Orientalism. അപ്പോൾ mid-20th സെഞ്ച്വറിയോട് കൂടിയാണ് ശരിക്കും ഓറിയൻ്റലിസം എന്നുള്ള ഏഷ്യൻ സ്റ്റഡീസിന് അല്ലെങ്കിൽ ഏഷ്യൻ വർക്ക്സിനെ എല്ലാം ഓറിയൻ്റൽ എന്ന് പറയുന്നൊരു ടേം ഇട്ട് വിളിക്കാനായിട്ട് തുടങ്ങുന്നത്. മോർ റീസെൻ്റ്ലി മെയിൻലി ത്രൂ ദ വർക്ക് ഓഫ് Palestinian American scholar Edward Said, the term has been used disparagingly to refer the allegedly simplistic, stereotyped and demeaning conceptions of Arab and Asian cultures generally held by Western scholars. അപ്പോൾ ഒരു പലസ്റ്റൈൻ അമേരിക്കൻ സ്കോളർ റൈറ്ററായിട്ടുള്ള എഡ്വേർഡ് സെഡാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നൊരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓറിയൻ്റലിസം എന്ന് പറയുന്ന ഏഷ്യനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ കൺട്രീസിനെ കുറിച്ചുള്ള അവരുടെ കൾച്ചർ, അവരുടെ ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉള്ളൊരു സ്റ്റഡിയാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഇസ് സറ്റയർ. സറ്റയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആക്ഷേപഹാസ്യം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. Satire is a technique employed by writers to expose and criticize foolishness and corruption of an individual or society by using humor, irony, exaggeration or ridicule. Satire എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു ടെക്നിക്ക് ഓഫ് ലിറ്ററേച്ചറാണ്. മറ്റുള്ളൊരു തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്സ് കാണുമ്പോൾ അതിനെ പരിഹാസത്തിലൂടെ, നിശിതമായ പരിഹാസത്തിലൂടെ ആ തെറ്റ് തിരുത്താനുള്ളൊരു ശ്രമമാണ് സറ്റയർ എന്ന് പറയുന്നത്. It intends to improve humanity by criticizing its follies. അപ്പോൾ മനുഷ്യൻ്റെ ഫോളീസിനെ, മിസ്റ്റേക്സിനെ എല്ലാം എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സറ്റയറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എ റൈറ്റർ ഇൻ എ സറ്റയർ യൂസസ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് വിച്ച് സ്റ്റാൻഡ് ഫോർ റിയൽ പീപ്പിൾ ടു എക്സ്പോസ് ആൻഡ് കണ്ടം ദെയർ കറപ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു സറ്റയറിസ്റ്റ്, എ പേഴ്സൺ ഹു റൈറ്റ്സ് സറ്റയർ ക്യാൻ ബി കോൾഡ് സറ്റയറിസ്റ്റ്. ഇപ്പോൾ സറ്റയർ എഴുതുന്ന ആളെ നമുക്ക് സറ്റയറിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു സറ്റയറിസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ആരെയാണോ അദ്ദേഹം സറ്ററൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കളിയാക്കാനായിട്ട് പരിഹസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ അയാളുടെ എല്ലാ ക്വാളിറ്റീസും കൊണ്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്യാരക്ടറിന് അയാളുടെ എല്ലാ കറപ്ഷൻസും, അയാളുടെ എല്ലാ ട്രെയ്റ്റ്സും, സ്വഭാവ സവിശേഷതകളൊക്കെ കൊടുക്കുന്നു. ഈ റൈറ്റർ മേ പോയിൻറ്റ് സറ്റയർ towards a person, a country or even the entire world.
അപ്പോൾ ഒരു റൈറ്റർ എന്ത് ചെയ്യുന്നു, ഈ സറ്ററൈസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്, എന്തിനധികം പറയുന്നു, ഈവൻ ദ എൻറ്റയർ വേൾഡ്, ലോകത്തിന് മുഴുവനായിരിക്കും ചിലപ്പോൾ കളിയാക്കുന്നത്. ഹി ഹോപ്സ് ദാറ്റ് ദോസ് ഹി ക്രിട്ടിസൈസസ് വിൽ ഇംപ്രൂവ് ദെയർ ക്യാരക്ടർ ബൈ ഓവർകമ്മിങ് ദെയർ വീക്ക്നെസ്. അപ്പോൾ അതേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ക്രിറ്റിസിസത്തിലൂടെ, ഈ ഒരു സറ്റയർ ചെയ്യുന്നതിലൂടെ, പരിഹസിക്കുന്നതിലൂടെ എന്താണ് ഈ പറയുന്ന മിസ്റ്റേക്സ് എല്ലാം അയാൾ തിരുത്തി അതിനെ അയാളുടെ നല്ല ക്വാളിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ മിസ്റ്റേക്സിനെയും ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങനെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക, മിസ്റ്റേക്സ് ഒഴിവാക്കി കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് ഒരു സറ്റയർ എന്ന് പറയുന്നത്, ഒരു സറ്റയറിസ്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സറ്റയർ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഒരു വെറും ഒരു പരിഹാസം മാത്രമല്ല, അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും എന്താണ്, റിമൂവ് ദ ഫോളീസ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ലോകത്തിൻ്റെയോ തന്നെ മിസ്റ്റേക്സ് അതിനെ എടുത്ത് കളയുക എന്നുള്ളതാണ്.